പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ BJP പ്രവർത്തകർ തടഞ്ഞുവെച്ചു. സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ വടക്കന്തറയിലാണ് രമേശ് പിഷാരടിയെ തടഞ്ഞുവെച്ചത്. BJP കൗൺസിലർ സിന്ധുരാജന്റെ നേതൃത്വത്തിലുള്ള BJP പ്രവർത്തകരാണ് സ്ഥാനാർത്ഥി തടഞ്ഞുവെച്ചത്. നമുക്ക് ആ ദൃശ്യം ആദ്യം ഒന്ന് നോക്കാം. പാലക്കാട് ഞങ്ങളുടെ പ്രതിനിധി ഷാരിഖ് നവാസ് തത്സമയം ചേരുകയാണ് ടെലിഫോണിൽ. ഷാരിഖെ, അവിടെ എന്താണ് സംഭവിച്ചത്? പിഷാരടി എങ്ങോട്ടുള്ള യാത്രയിലായിരുന്നു? എന്ത് കാരണത്താലാണ് അദ്ദേഹത്തെ അവിടെ തടഞ്ഞു വെച്ചത്? ഇപ്പോഴും തടഞ്ഞു വെച്ചിരിക്കുകയാണോ? പാലക്കാട് ടൗൺ സൗത്ത് മണ്ഡലത്തിലായിരുന്നു UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ ഇന്നത്തെ സ്ഥാനാർത്ഥി പര്യടനം. അപ്പോൾ ഇത് വൈകിട്ട് മുതൽ, അതായത് നമ്മൾ അദ്ദേഹത്തിന്റെ ബൈറ്റ് എടുക്കാൻ കുറച്ച് വൈകിട്ട് ആ സ്ഥലത്തേക്ക് പോയിരുന്നു. അദ്ദേഹത്തിന്റെ ബൈറ്റ് നമ്മൾ എടുത്തിരുന്നു. വൈകിട്ട് മൂത്താന്തറ, അതുപോലെ തന്നെ വടക്കന്തറ BJPയുടെ ശക്തമായ ഏരിയകളാണ്. BJPയുടെ കോട്ട എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന, പാലക്കാട് നഗരസഭയിലെ BJPയുടെ കോട്ട എന്ന് തന്നെ വിളിക്കാൻ പറ്റുന്ന ഏരിയകളാണ് ഈ വടക്കന്തറ, മൂത്താന്തറ, മേലാമുറി എന്നീ മേഖലകളിൽ. ഈ ടൗൺ സൗത്ത് മേഖലകളിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയുടെ ഒരു പര്യടനം ആരംഭിച്ച് പല മേഖലയിലൂടെ കടന്നു വന്നു. എല്ലാ വോട്ടർമാരും സ്ഥാനാർത്ഥിയെ കണ്ട് വലിയ അഭിവാദ്യമൊക്കെ നൽകിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി പര്യടനം കടന്നുപോയത്. എന്നാൽ വടക്കന്തറയിൽ എത്തിയപ്പോൾ അവിടുത്തെ നിലവിലെ നഗരസഭയിലെ കൗൺസിലർ സിന്ധുരാജന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം BJP പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ അകാരണമായാണ് തടഞ്ഞുവെച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ആ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്താൻ പാടില്ല, മറ്റുള്ള സ്ഥാനാർത്ഥികൾ വരരുത് എന്നുള്ള ഉൾപ്പെടെയുള്ള കാരണങ്ങൾ കാണിച്ചാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയെ തടഞ്ഞു വെച്ചത്. എന്താണ് കാരണം? ഒരു കാരണം ഉണ്ടാവണമല്ലോ. എന്താണ് വടക്കാന്തറയിൽ രമേശ് പിഷാരടി വന്ന എന്താ കുഴപ്പം? ഹാഷ്മി, അത്തരത്തിൽ അതായത് BJPയുടെ പറയുകയാണെങ്കിൽ ബൂത്തിൽ പോലും ആള് കിട്ടാത്ത സ്ഥലങ്ങളാണ് ഇത്തരത്തിൽ BJPയുടെ ഒരു RSSന്റെ കോട്ടയെ പോലത്തെ ഒരു സ്ഥലങ്ങളാണ് ഈ വടക്കന്തറ, മൂത്താന്തറ എന്നീ പറയുന്ന മേഖലകൾ. അപ്പോൾ ഇത്തരത്തിൽ അവിടെ ഫ്ലെക്സ് ബോർഡുകളും അതുപോലെ തന്നെ പോസ്റ്റർ പോലും പലപ്പോഴും അനുവദിക്കാറില്ല. ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കാനോ പോസ്റ്ററുകൾ പതിക്കാനോ അനുവദിക്കാറില്ല. ആ ഒരു മേഖലയിലാണ് സ്ഥാനാർത്ഥി പര്യടനവുമായി കടന്നു ചെന്നെത്തിയത്. മുൻപ് 2016 ഷാഫി പറമ്പിൽ മത്സരിക്കുമ്പോഴും ഇത്തരത്തിൽ ഷാഫി പറമ്പിലിനെ തടഞ്ഞു വെച്ചിരുന്നു, പിന്തിരിച്ച് അയച്ചിരുന്നു. ഇത്തരത്തിൽ വോട്ട് തേടിയെത്തിയപ്പോൾ ഷാഫി പറമ്പിലിനെ ഇതുപോലെ പിന്തിരിപ്പിച്ചിരുന്നു. അവിടെ പോകാൻ അനുവദിക്കാതെ ഒരു സംഘം BJP പ്രവർത്തകർ ഇത്തരത്തിൽ തടഞ്ഞു വെക്കുകയുണ്ടായി. അതേ ഒരു സമാനമായ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുന്നത്. BJP നമുക്ക് ആ ദൃശ്യങ്ങളിൽ കണ്ടാൽ മനസ്സിലാവും, അവർ ഒട്ടും സമ്മതിക്കുന്നില്ല ആ ഭാഗത്തേക്ക് കടത്തിവിടാൻ. അതിൽ സ്ത്രീകളായതുകൊണ്ട് സ്ഥാനാർത്ഥിക്കും ഇടപെടാൻ പരിമിതിയുണ്ട്. സ്ഥാനാർത്ഥിയുടെ കൂടെ പോയ UDF പ്രവർത്തകർക്കും UDFന്റെ നേതാക്കൾക്കും ഇടപെടാൻ പരിമിതിയുള്ളതുകൊണ്ട് അവർ പിന്തിരിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ അവർക്ക് ഇതിൽ വലിയ പ്രതിഷേധമുണ്ട്. കാരണം ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വോട്ട് തേടി പോകാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് തേടി വോട്ടർമാർക്കിടയിൽ എത്തിച്ചെല്ലാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വലിയ ഒരു ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രക്രിയ തന്നെയാണ് ഇത്തരത്തിൽ അവിടെ നടന്നിട്ടുള്ളത് എന്നാണ് സ്ഥാനാർത്ഥി നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. UDF ക്യാമ്പിനും അതുപോലെ തന്നെ സ്ഥാനാർത്ഥിക്കും ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി കഴിഞ്ഞു അവർ. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.